ഹായ് ഓൾ നമസ്കാരം. ട്രേഡിംഗ് ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ മൺഡേ ആണ് അല്ലേ? നാളെ ട്രേഡുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നാളത്തേക്ക് നമുക്ക് സ്വിംഗ് ട്രേഡ്സിന് പറ്റുന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകളുടെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ പൊസിഷൻസ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പൊസിഷനാണ് റണ്ണിങ്. അപ്പോൾ നാളെ ഞാൻ 2 എണ്ണം കൂടെ ആഡ് ചെയ്യും. എനിക്ക് ഒരു 5 പൊസിഷനായിരിക്കും എപ്പോഴും ഞാൻ റൺ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ SL ഓവർ ടാർഗറ്റ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ അടുത്ത പൊസിഷൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HBL പവർ സിസ്റ്റം. ഓക്കെ, ഈ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 7% ഉണ്ട് ഒരു ക്യാൻഡിൽ തന്നെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് ഈ ക്യാൻഡിൽ തന്നെ കിട്ടി. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അല്ലേ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് കൂടെ ബ്രേക്ക് ചെയ്ത് നമുക്കിപ്പോൾ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു ഹ്യൂജ് ക്യാൻഡിൽ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീടെസ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി ഇടാം. ഓക്കെ, റീടെസ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ ഡിപ്ലോയ് ചെയ്യാം. ഇവിടുന്ന് ഒരു ഹാഫ് ക്വാണ്ടിറ്റി എൻട്രി ചെയ്തുകൊണ്ടിട്ട് ഒന്നുകിൽ നേരെ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പിവറ്റിൻ്റെയൊക്കെ അടുത്ത് ഒരു 10% നമുക്ക് ഈ R4ൻ്റെ അടുത്ത് നമുക്ക് ഒരു 10% നമുക്ക് ബുക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആണ് നമുക്ക് എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഇവിടുന്ന് എടുക്കുക. നമുക്ക് നേരെ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പറ്റും. ഇതില്ല എന്നുണ്ടെങ്കിൽ സേഫ് ട്രേഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് റീടെസ്റ്റിന് വരാനെ കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സോണിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നതിലുപരി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ 1 ഹവറിൻ്റെയോ 2 ഹവറിൻ്റെയോ ഏതെങ്കിലും ഒരു ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി സോണും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പണായി നാളെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പകുതി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തതിൻ്റെ ബാക്കി ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഈ സ്റ്റോക്കിൽ തന്നിട്ടുണ്ട്. അത്യാവശ്യം വോളിയമുള്ള ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക്. നമുക്ക് 10% നമുക്ക് ഈ R4ൻ്റെ ഒക്കെ എടുത്തെത്തുമ്പോഴത്തേക്ക് ഒരു 10% നമുക്ക് ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പിനാണ്. ഓക്കെ, ലൂപ്പിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 1 2 3 4 3ൽ കൂടുതൽ ടച്ച് നമുക്കിവിടെ ലൂപ്പിനിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ലൂപ്പിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലൂപ്പിൻ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂപ്പിനിൽ നമുക്ക് എൻട്രി ഇടാവുന്നതാണ്. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമുക്ക് ലൂപ്പിനിൽ എൻട്രി ഇടാവുന്നതാണ്. അതും ഇതേപോലെ തന്നെയാണ്. റീടെസ്റ്റ് സമയത്തും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ 5% ആണ് SL വയ്ക്കുന്നത്. ഓക്കെ, 5% ആയിരിക്കും ഞാൻ SL വയ്ക്കുന്നത്. SL വയ്ക്കുന്നതിനോടൊപ്പം ഞാൻ ടാർഗറ്റ് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. 1:2 ആണ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിവറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് നല്ല ശക്തമായ റെസിസ്റ്റൻസുകളുടെ റേഞ്ചാണ് കേട്ടോ. 1 2 3 പിവറ്റുകൾ ഒന്നിച്ച് വരുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നാവും. ലൂപ്പിനിൽ ഈ ഒരു പോർഷനൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു 10% ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 8 പോയിൻറ്റ് സംതിങ്ങോളം നമുക്കവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. 2 3 പിവറ്റ് റേഞ്ചുകൾ ഒന്നിച്ച് വരുന്ന ഒരു
ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു പോർഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെ ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ട്രയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് ഇതാണ്. ഇതും അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ വോളിയം ഉള്ള ബ്രേക്ക്ഔട്ടാണ്. സ്റ്റോക്കിൽ നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളിയം അതിനകത്തിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ 1 2 3 4 ടച്ച് കിട്ടിയ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അതും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5%-നകത്താണ് കേട്ടോ SL വരുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു റീടെസ്റ്റ് വന്നോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5% SL വരെ ഒന്നും പോകാനുള്ള ചാൻസസ് ഇല്ല ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അനാലിസിസും കൂടെ ഒപ്പം ചേർക്കുക കേട്ടോ. ഞാനത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അനാലിസിസും കൂടെ ഒപ്പം ചേർക്കുക. ഓക്കെ, ഈ 3 സ്റ്റോക്കിൽ ഏതെങ്കിലും 2 സ്റ്റോക്കുകളിലായിരിക്കും ഞാൻ കൂടുതലും എൻട്രി ഇടുന്നത്. നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ 10,000 വെച്ചിട്ടായിരിക്കും ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ട്രേഡിങ് ചെയ്യുക. ഓക്കെ, ഇന്ന് തന്നെ GTT ഓർഡർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പോലും GTT ഓർഡർ നാളെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ കൃത്യമായിട്ട് എല്ലാ വീഡിയോയിലും ഷെയർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുക്കുന്ന ഈ ഒരു മന്ത് ഞാൻ ഫുൾ ഏതൊക്കെ ട്രേഡ്സ് എടുക്കുന്നു അതെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, ഈ ഒരു ട്രേഡിംഗ് ബിൽസ് എന്ന ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്കും അതിനകത്തിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.